മനഃപൂർവ്വം മുസ്ലിങ്ങൾക്കെതിരെ കലാപം സൃഷ്ടിക്കാൻ ക്ഷേത്ര ചുമരുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ച 4 ഹിന്ദുത്വ സംഘടനകളുടെ യുവാക്കൾ അറസ്റ്റിലായത്. സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉത്തർപ്രദേശിലേക്കും ഉത്തരേന്ത്യയിലേക്കും ചില സ്ഥലങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന പേരെഴുതിയതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അരങ്ങേറുകയാണ്. ഉത്തർപ്രദേശിലെ ഹിന്ദുത്വ സംഘടനയുടെ പ്രതിനിധികളായ ജിഷാന്ത് സിംഗ്, ആകാശ് സാരസ്വത്, ദിലീപ് ശർമ്മ, അഭിഷേക് സരസ്വത് എന്നിവരെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അലിഗഡിൽ നിരവധി ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ ഗ്രാഫിറ്റി പെയിന്റിങ്ങിലൂടെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെക്കുകയായിരുന്നു ഇവർ. 30നും 35നും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ പ്രതികളിൽ രാഹുൽ എന്നയാൾ ഒളിവിലുമാണ്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് 8 മുസ്ലിം യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. മുസ്തഖീം, ഗുൽ മുഹമ്മദ്, സുലൈമാൻ, സോനു, അല്ലാബക്ഷി, ഹമീദ്, യൂസഫ് എന്നിവർക്കെതിരെയായിരുന്നു കേസെടുത്തത്. ഒക്ടോബർ 25-നാണ് ചുമരെഴുത്ത് കാണുന്നത്. തുടർന്ന് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ പ്രദേശത്തെ മുസ്ലിം യുവാക്കൾക്കെതിരെ പരാതി നൽകി. പിന്നാലെ പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സ്ഥലത്തെത്തി ചുവരെഴുത്തുകൾ മായ്ച്ചു. സംഘർഷത്തിനൊരുങ്ങി നിന്ന ജനക്കൂട്ടത്തെ ശാന്തരാക്കി. തുടർന്ന് മൗലവി മുസ്തഖീം, ഗുൽ മുഹമ്മദ്, സുലൈമാൻ, സോനു, അല്ലബക്ഷ്, ഹസൻ, ഹമീദ്, യൂസഫ് എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് മറ്റൊരു കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും SSP ജോദോൻ വ്യക്തമാക്കിയത്. മുദ്രാവാക്യങ്ങൾ തെറ്റായാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള തെറ്റുകളാണ് കണ്ടത്. സെപ്റ്റംബറിൽ ബറേലിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ബാനറുകളിൽ ഐ ലവ് മുഹമ്മദ്, മുഹമ്മദ് എന്ന് എഴുതിയതുപോലെയായിരുന്നില്ല അത്. ഇതാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. തുടർന്ന് CCTVകൾ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. മനഃപൂർവ്വം ഗ്രാഫിറ്റി പെയിന്റ് ചെയ്ത് മുസ്ലിങ്ങളെ കേസിൽ കൊടുക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ പ്രധാന പ്രതിയായ ജിഷാന്ത് സിംഗും മുസ്തഖീമും തമ്മിൽ ചെറിയ വൈരാഗ്യമുണ്ടായിരുന്നു. ഇതിൽ നിന്നുണ്ടായ പകയെ തുടർന്നാണ് സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പെയിന്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. 4 പേർ വിവിധ ക്ഷേത്രങ്ങളിൽ പെയിന്റ് ഉപയോഗിച്ച് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി കലാപമുണ്ടാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും പോലീസ് വിശദീകരിച്ചു. പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ വലിയ ഒരു കലാപാന്തരീക്ഷമാണ് ഒഴിവാക്കിയത്.